വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഒറ്റ കാര്യം വീണ്ടും പറയാനുള്ളൂ. നമുക്കറിയാം എക്സാം നമ്മുടെ മുന്നിൽ വന്നെത്തിക്കഴിഞ്ഞു. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങളുടെ മുന്നിലുള്ള ദിവസങ്ങളെ ശരിയായ രീതിയിൽ ബുദ്ധിപൂർവ്വം കണ്ട് ഉപയോഗിച്ച് തീർക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നീട് അന്ന് പഠിച്ചാൽ മതിയായിരുന്നു, അതത്ര സിമ്പിൾ ടോപ്പിക്കായിരുന്നു, അന്ന് നല്ല മാർക്ക് വാങ്ങിയാൽ മതിയായിരുന്നു എന്നൊരു റിഗ്രറ്റ്, ആ ഒരു ഫീല് നമുക്ക് വരാൻ പാടില്ല. അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് എല്ലാവരും പഠിച്ചോളാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 10 ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യമാണ്, ജസ്റ്റിഫൈ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്. എന്ത് സ്റ്റേറ്റ്മെന്റാണ് തന്നിരിക്കുന്നത്? 2 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. എന്താ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഒരു മാഗ്നറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് അല്ലേ? ഇപ്പം ഞാനെടുത്ത മാഗ്നറ്റ് എന്ത് മാഗ്നറ്റ് ആണ്? അതൊരു ബാർ മാഗ്നറ്റ് ആണ് അല്ലേ? അപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും നമുക്കറിയാം. ഞാൻ അങ്ങ് ദൂരെ കൊണ്ടുപോയിട്ട് ഒരു മുട്ട് സൂചി വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്റ്റഡ് ആവോ? ഒരിക്കലും ചെയ്യില്ല അല്ലേ? ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ച് അട്രാക്റ്റഡ് ആവോ? ഇല്ല. പക്ഷെ ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഒരു ഏരിയയിൽ ഞാൻ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിൽ അട്രാക്റ്റഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താ കാര്യം? അതായത് മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഒരു ഏരിയ ഉണ്ട് അല്ലേ? അതിനെയാണ് നമ്മൾ പറയുക മാഗ്നറ്റിക് ഫീൽഡ് എന്ന്. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് ലൈൻസ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ വിളിക്കുക മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇതുപോലെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡയറക്ഷൻ ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് ടു സൗത്ത്. നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ഇനി മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താ? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നോർത്ത് ടു സൗത്ത് എന്ന് പറയാം അല്ലേ? അത് മാത്രമല്ല വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? നോർത്ത് ടു സൗത്ത് എന്നാണ് ഓവറോൾ നമുക്ക് ജനറലൈസ്ഡ് നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ അറ്റ് ദാറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഏത് പറയുന്ന പോയിന്റിൽ വാട്ട് ഈസ് ദ ഡിറക്ഷൻ? അത് കണ്ടുപിടിക്കാൻ നമ്മൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു ടാൻജൻ അങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി. ഒരു ടാൻജൻ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ദെൻ വി വിൽ ഗെറ്റ് ദ ഡിറക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. എന്നോട് ഈ പോയിന്റിലാണ് പറഞ്ഞെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ പോയിന്റിന് കറസ്പോണ്ട് ചെയ്യാൻ ഒരു ടാൻജൻ വരച്ചു കൊടുക്കുക. എൻ്റെ മോനെ എത്ര സിമ്പിൾ അല്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ എന്നല്ലേ? അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ, വൈ? അതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരക്കാം അല്ലേ? ഒരു ഭംഗിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലേ ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അതിൻ്റെ ഓൾവേസ് ഡയറക്ഷൻ എന്താണ് നമ്മൾ മനസ്സിലാക്കണം? നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ അല്ലേ? നോർത്തിൽ നിന്ന് തുടങ്ങിയിട്ട് സൗത്തിൽ എൻഡ് ചെയ്യണം. എപ്പോഴും വരക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവരെന്ത് ചെയ്യാൻ പാടില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അതുമായിട്ട് അവർ ഇൻ്റർസെക്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നോക്കൂ, ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? സി എന്ന് പറയുന്ന പോയിന്റിൽ ഈ 2 ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്, ജോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരച്ചു അല്ലെങ്കിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, ഒരു പോയിന്റിലുള്ള ഡയറക്ഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അവിടെ നമ്മൾ ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി. അപ്പോൾ എന്നോട് പറയാണ്, സി എന്ന് പറയുന്ന പോയിന്റിൽ എന്താ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ടാൻജൻറ്റ് വരച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ലൈനിന് അല്ലെങ്കിൽ ഈ ഒരു ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് ടാൻജൻറ്റ് വരയ്ക്കുന്നതെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ ആയിരിക്കും എൻ്റെ ലൈന് വരുന്നത് അല്ലേ? അപ്പോൾ ഞാൻ പറയും ദിസ് ഇസ് എ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയും. എന്നാൽ ഒരാൾ തോന്നുകയാണ് ഈ ലൈനിന് നോക്കി ഇതും അവിടെ ജോയിൻ്റ് ആവുന്നുണ്ട് അല്ലേ? ആ ലൈനിനാണ് കറസ്പോണ്ടിങ് ആയിട്ട് വരക്കാൻ തോന്നുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് തോന്നുകയാണ് അതിനാണ് വരക്കുന്നതെങ്കിൽ അയാളുടെ ലൈൻ ഇതുപോലെ ആയിരിക്കും അല്ലേ? ടാൻജൻ എന്ന് പറയുമ്പോൾ അവിടെ മാത്രം ടച്ച് ചെയ്തിട്ട് നമ്മൾ വരക്കുന്ന ഒരു ലൈനാണ് അല്ലേ? അപ്പോൾ നോക്കൂ, ഒരു പോയിന്റിൽ തന്നെ നമുക്ക് കിട്ടിയത് എത്ര ഡയറക്ഷനാണ്? ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. ഇതെന്താ അവസ്ഥ അല്ലേ? ഒരാളോട് നമ്മൾ വഴി ചോദിച്ചു, അയാൾ പറയാം അങ്ങോട്ട് പോവാം. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ അയാൾ പറയും ഇങ്ങോട്ട് പോകും. നമ്മൾ എങ്ങോട്ട് പോകും? അതാണ് അവസ്ഥ. ഒരിക്കലും അല്ലേ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് 2 ഡയറക്ഷൻ ഇസ് നോട്ട് പോസിബിൾ. അത് ഫിസിക്സിൻ്റെ നല്ല യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു നിയമമാണ്. നമ്മൾ അങ്ങനെ ചെയ്യാനേ പാടില്ല, പറയാനേ പാടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഒരു പോയിന്റിൽ ആ മാഗ്നറ്റിക് ഫീൽഡിന് 2 ഡയറക്ഷൻ കിട്ടും അല്ലേ? 2 ഡയറക്ഷൻ കിട്ടും. പറ്റുമോ അത്? ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഇഫ് ദേ ഇന്റർസെക്ട് ഈച്ച് അതർ എന്താ സംഭവിക്കുക? 2 ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ അറ്റ് ദാറ്റ് പോയിന്റ്. 2 ടാൻജന്റുകൾ നമ്മൾ ആ ഒരു പോയിന്റിൽ വരയ്ക്കും അല്ലേ? വിത്ത് ഷോവിങ് 2 ഡിറക്ഷൻ ഓഫ് ദാറ്റ് ഫീൽഡ്. അല്ല, ആ ഫീൽഡിൽ 2 ഡയറക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് വേണം നിങ്ങൾ എഴുതി കൊടുക്കാൻ കേട്ടോ. ആൻഡ്
ദിസ് ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഈ ഒരു പോയിന്റിലാണെങ്കിൽ ഇങ്ങനെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും, ഇതിനിങ്ങനെ കിട്ടും. അപ്പോൾ 2 ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞു, ദാറ്റ്സ് നോട്ട് പോസിബിൾ എന്നൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആർ ക്ലോസ്ഡ് കർവ്സ് എന്നല്ലേ. അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ, അറിയുന്ന കാര്യമാണ്. ഇതാണ് ഇപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് എങ്കിൽ ഇത് നോർത്ത് പോളും ഇതെന്താണ് സൗത്ത് പോളും ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് ഫോംസ് ക്ലോസ്ഡ് ലൂപ്സ് എന്നാ പറയുക. ക്ലോസ്ഡ് ലൂപ്സ് ഉണ്ടാക്കുന്നത് ആക്ച്വലി ഇതാ നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ അവസാനിച്ചിട്ട് ഇതാ ഇങ്ങോട്ട് ഉണ്ട് ആക്ച്വലി കേട്ടോ. നോർത്തിൽ നിന്ന് തുടങ്ങുന്നു, മാഗ്നറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ ലൈൻസിൻ്റെ ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലുള്ളത് വരയ്ക്കാറില്ല. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. ഓൾവേസ് ഫോംസ് ക്ലോസ്ഡ് ലൂപ്സ്, ക്ലോസ്ഡ് ആയിട്ടുള്ള ലൂപ്സുകളാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സെറ്റാക്കി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോവിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് നിയർ എ ലോങ് സ്ട്രെയിറ്റ് വയർ. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ എന്ന് വിചാരിച്ചോളൂ. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ അല്ലേ, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, കറണ്ടുമായി അല്ലെ നമ്മൾ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. നമ്മളത് പഠിച്ച കാര്യമാണ്, പറഞ്ഞ കാര്യമാണ്. ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതാണ് നമ്മുടെ ചാപ്റ്റർ, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിലെന്തുണ്ടാവും, മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവും. അതാണ് നമ്മുടെ ചാപ്റ്റർ അല്ലേ, മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവുകയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണ് അല്ലേ. ഓക്കെ, അങ്ങനെ അത് കണ്ടുപിടിച്ച ആളാണ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്. നമ്മൾ അതിനെ ഒരു സെല്ലുമായിട്ട് എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാണ് അല്ലേ. ഒരു സെല്ലുമായിട്ട് ഞാൻ അതിനെ കണക്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അതിന് ചുറ്റും എന്തുണ്ടാകും, ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. എങ്ങനെയാണ് ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് നമുക്കറിയാം അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് ഇതുപോലെ കോൺസെൻട്രിക് സർക്കിളായിട്ടാണ് അല്ലേ. ഒറ്റ സെൻറ്റർ അങ്ങനെ ഒരുപാട് സർക്കിളായിട്ടാണ് ഉണ്ടാകുന്നത് അല്ലേ. ഓക്കെ, അങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം. സോ അങ്ങനെയാണെങ്കിൽ ഇനി ഓപ്ഷൻസിലേക്ക് പോകാം. ദ ഫീൽഡ് കൺസിസ്റ്റ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് പെർപെൻഡിക്കുലർ ദ വയർ, തെറ്റാണ് അല്ലേ. നെക്സ്റ്റ്, ദ ഫീൽഡ് കൺസിസ്റ്റ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് പാരലൽ ടു ദ വയർ അല്ല. ദ ലാസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ദ ഫീൽഡ് കൺസിസ്റ്റ് ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ് സെൻറ്റേർഡ് ഓൺ ദ വയർ അല്ലേ. കോൺസെൻട്രിക് സർക്കിൾസ് ആണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയുന്ന കാര്യമാണ്. സെറ്റാണല്ലോ, റെഡി. ഇനി അടുത്ത ചോദ്യമാണ്, റൈറ്റ് ദ ഫാക്ടേഴ്സ് ഇൻ വിച്ച് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഡിപ്പെൻഡ്സ്. നമുക്കറിയുന്ന കാര്യമാണ്. അതായത് ഇതാണ് നമ്മളുടെ ഒരു കണ്ടക്ടർ എങ്കിൽ അല്ലേ, നമുക്കറിയാം അതിന് ചുറ്റും നമ്മളതിനെ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാകും, അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. ഇതിലൂടെ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യും. പോസിറ്റീവിൽ നിന്നാണ് എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുക. ഇതാണ് സെല്ലിൻ്റെ പോസിറ്റീവ്, ഇതാണ് സെല്ലിൻ്റെ നെഗറ്റീവ്. പോസിറ്റീവ് ഓൾവേസ് വലുതായിരിക്കും കേട്ടോ, അങ്ങനെയാ മനസ്സിലാക്കുക. പോസിറ്റീവിൽ നിന്നാണ് കറണ്ട് ഫ്ലോ ചെയ്യുക അല്ലേ. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്തുണ്ടാകും, ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും നമുക്ക് അല്ലേ. ഇതുപോലെയുള്ള സർക്കിൾസ് ഇങ്ങനെ ഉണ്ടാകും. കോൺസെൻട്രിക് സർക്കിൾസ് എന്നാണ് നമ്മൾ വിളിക്കുക കേട്ടോ, കോൺസെൻട്രിക് സർക്കിൾസ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടക്ടറിൽ നിന്നും അകന്നു പോകും തോറും ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് വരക്കണം കേട്ടോ. ഈ ഒരു ലൈൻസ് ഇങ്ങനെ അകന്നങ്ങനെ ഇവരുടെ ഡിസ്റ്റൻസ് കൂടി നമുക്ക് ഇവിടെ അടുത്തടുത്താണ് അല്ലേ, ഇവരൊക്കെ അടുത്തടുത്താണ്. എന്നാൽ അകലേക്ക് പോകുന്തോറും ഇത് ചെയ്തിട്ടുണ്ട്, അടുത്തത് കുറച്ചുകൂടെ അകന്നാണ് ഉണ്ടാവുക കേട്ടോ. ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും കുറയും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ സ്ട്രെങ്ത്ത് ഇവിടെ കുറച്ചുകൂടെ അടുത്തടുത്താണ് ഉണ്ടാവും കേട്ടോ. ലൈൻസ് വളരെ തിക്കായിട്ടുണ്ടാവുക. ഈ തിക്ക് ഒരിക്കലും കൂട്ടിമുട്ടാൻ പാടില്ല കേട്ടോ വരക്കുമ്പോൾ. അപ്പോൾ തിക്കാവുന്ന സ്ഥലങ്ങളിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് വളരെ കൂടുതലായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക ബി കൊണ്ടാണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് കൂടുന്തോറും അല്ലേ, അതായത് ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ആ ബി കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ 1/r എന്നാ കൊടുക്കുക. അപ്പോൾ ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസസ്. പിന്നെ മറ്റൊരു കാര്യമാണ്, ഞാനിപ്പോൾ ഇവിടെ ഒരു 5 വോൾട്ട് ഒരു സെല്ലാണ് കൊടുത്തതെന്ന് വിചാരിച്ചോളൂ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ചുകൂടെ സെല്ലിൻ്റെ പവർ കൂട്ടുക അല്ലെ, ബാറ്ററി അങ്ങോട്ട് ഭയങ്കര വോൾട്ടേജിലുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നോക്കിക്കോ, ഞാൻ കുറച്ച് കൂടുതൽ കൊടുക്കുന്നു കേട്ടോ. എനിക്കിഷ്ടമാണ് കുറേ കൂടുതൽ കൊടുക്കുക. അതുകൊണ്ട് ഞാൻ കുറേ സെല്ലുകൾ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും,
അല്ലേ, ഒരു 20 വോൾട്ടൊക്കെ വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അക്കോർഡിംഗ് ടു ഓംസ് ലോ നമ്മൾ പഠിച്ചതാണ്, ആസ് ദ വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് ഓൾസോ ഇൻക്രീസസ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിലൂടെയുള്ള കറണ്ട് കൂടും. അപ്പോൾ കറണ്ട് കൂടുമ്പോൾ ഇതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടാണ് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കുക, മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തമ്മിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. കറണ്ട് ഐ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും അല്ലേ, ഐ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടും എപ്പോൾ, കറണ്ട് കൂടും. അപ്പോൾ 2 ഫാക്ടേഴ്സാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് കറണ്ടും ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ്. ബി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഐ ആൻഡ് ബി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ. ഇനി ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതി കൊടുക്കാം, ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഡിക്രീസസ് അല്ലേ, അല്ലെങ്കിൽ ദ കറണ്ട് ഇൻക്രീസസ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഇൻക്രീസസ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇങ്ങനെ തന്നെ എഴുതണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ഓക്കെ സെറ്റാണല്ലോ. അപ്പോൾ അതും കൂടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് നമ്മൾ പറഞ്ഞ അതേ സംഭവമാണ്. ഇതാണ് നമ്മളുടെ സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യണം അല്ലേ. സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിലൂടെ എന്തുണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. അതിൻ്റെ ലൈൻസ് ഇതാ ഇതുപോലെയാണ്, ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടുള്ളതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ്, സ്റ്റേറ്റ് 3 ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ഡിപ്പെൻഡ്സ്. കറണ്ട് ക്യാരിങ് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇതാ ഇങ്ങനെ ഒരു ഹെലിക്കൽ ഷേപ്പിലുള്ള വയറിന് അല്ലേ. ഇതാണ് നമ്മുടെ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ വേറെ സംഭവങ്ങളൊന്നും ഇല്ലടാ. നോക്കുക ഇങ്ങനെ, ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞിട്ട് എന്താ ഒരു ഹെലിക്കൽ ഷേപ്പായിട്ട് മാറും അല്ലേ. അതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും അല്ലേ. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആടാ, ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് അല്ലേ. ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു തിയറിയാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സോളിനോയിഡ് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ലെ ലൈൻസിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഒരു ബാർ മാഗ്നറ്റിൽ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക. അത് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വെക്കണം കൂട്ടത്തിൽ. ദ ക്വസ്റ്റ്യൻ ഇസ് ദിസ്, എന്താണ്, ദ 3 ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ 3 ഫാക്ടേഴ്സ്? നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ എഴുതാൻ പറ്റും അല്ലേ. 3 ഫാക്ടേഴ്സ് നമുക്കറിയാം. നമ്മുടെ കയ്യിലുള്ള കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഞാനൊരു 5 വോൾട്ട് സെല്ലാണ് ഉപയോഗിച്ച് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ പകരം ഞാനൊരു 50 വോൾട്ട് സെല്ലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ട് കറണ്ട് ഇതിലൂടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്താൽ എന്തുണ്ടാകും, വോൾട്ടേജ് കൂടും അല്ലേ. വോൾട്ടേജ് കൂടുമ്പോൾ അതിലൂടെയുള്ള കറണ്ട് കൂടും. അത് ഏത് ലോ ആണ്, ഓംസ് ലോ ആണ് അല്ലേ. അപ്പോൾ കറണ്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടും. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് കിട്ടി, ബി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഐ. പിന്നെ അതുപോലെ തന്നെയാണ്, ഇപ്പം നോക്കൂ ഇവിടെ എത്ര ടേൺസ് ഉണ്ട്, 1 2 3 4 5 6 7 അല്ലേ. അപ്പോൾ 7 ടേൺസ് ആണുള്ളത്. ഇനി ഞാൻ കുറച്ചുകൂടെ ഒരുപാട് ടേൺസ് ഉള്ള, നോക്കൂ, ഒരുപാട് ചുറ്റുകളുള്ള ഒരു സോളിനോയിഡാണ് എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടും. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ബി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ്. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ, നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ് അയണിൻ്റെ പീസൊക്കെ വെക്കുക, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടും. ഓക്കെ, ഇതിൻ്റെ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയലും നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ കൂട്ടാം കേട്ടോ. പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇതിൽ എഴുതി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്താലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കൂടുമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. റെഡി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ ഗിവൻ റീജിയൻ ഇസ് യൂണിഫോം, ഡ്രോ എ ഡയഗ്രാം ടു റെപ്രസെൻറ്റ് ഇറ്റ്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ ഒരു സ്ഥലത്ത് യൂണിഫോം ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഫീൽഡിൻ്റെ അല്ലെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ ഒരു ചിത്രം എങ്ങനെയാണ്, ആ ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ അല്ലെങ്കിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ, യൂണിഫോം എന്തിനാണ് നമ്മൾ സ്കൂളിൽ എല്ലാവരും ഇട്ട് വരുന്നത്, എല്ലാവരും ഒരുപോലെ ആവാൻ വേണ്ടി. ചിലർ ടീച്ചർ നോക്കുമ്പോൾ എന്തൊരു സമാധാനം, എന്തൊരു ലൈഫ്, എല്ലാവരും ഒരുപോലെ അല്ലേ, എല്ലാവരും ഒരുപോലെ മുടി കെട്ടുന്ന ഒരു അല്ലെ, എല്ലാം സെറ്റപ്പ് ഒക്കെ ഒരുപോലെ. ടീച്ചർ നോക്കുമ്പോൾ വാവ് ബ്യൂട്ടിഫുൾ
അല്ലെ, എല്ലാവരും ഒരുപോലെ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ എന്താണ്, എല്ലാവരും ഒരുപോലെ, ദ സെയിം അല്ലെ, പാരലൽ ലൈൻസ്, എല്ലാവരും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും, അങ്ങോട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ടുള്ള ഒരേ ഡയറക്ഷനുള്ള ലൈൻസ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇങ്ങനെ ഇവിടെ യൂണിഫോം ആണെങ്കിൽ കേട്ടോ, അത് മനസ്സിലാക്കി വെക്കാം. ഇവിടെ എല്ലായിടത്തും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂവും സെയിം ആയിരിക്കും, അതും കൂടെ നിങ്ങൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം. നെക്സ്റ്റ്, ചൂസ് എ കറക്റ്റ് ഓപ്ഷൻ. എന്താണ്, ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ ലോങ് സ്ട്രെയിറ്റ് സോളിനോയിഡ് ക്യാരിയിങ് കറണ്ട് ഈ 0 ആണോ നോക്കാം അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ ലോങ് സ്ട്രെയിറ്റ് സോളിനോയിഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോളിനോയിഡിൻ്റെ ഉള്ളിൽ, ഇൻസൈഡിൽ എന്താ അവസ്ഥ, ഇതാണ് നമ്മുടെ സോളിനോയിഡ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 0 എന്ന് പറയുന്നുണ്ട്, ആണോ അറിയില്ല, നോക്കാം. ഡിക്രീസസ് ആസ് വി മൂവ് ടുവേർഡ്സ് ഇറ്റ്സ് എൻഡ്, അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ. ഇൻക്രീസസ് ആസ് വി മൂവ് ടുവേർഡ്സ് ഇറ്റ്സ് എൻഡ്, അങ്ങനെയുണ്ടോ. ഈ സെയിം അറ്റ് ഓൾ ദ പോയിന്റ്സ്. നമുക്കറിയാം ഇതാണ് ഒരു സോളിനോയിഡ് അല്ലേ. സോളിനോയിഡിൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് ഈസ് യൂണിഫോം. അതാണ് ഏറ്റവും ഫീൽഡ് സ്ട്രെങ്ത് എവിടെയാണ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റണം, അത് ഇൻസൈഡ് ദ സോളിനോയിഡ് ആണ് കേട്ടോ. ഇൻസൈഡ് ദ സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. ഓക്കെ, വളരെ കൂടുതലാണ്. ഓക്കെ, ഇതിങ്ങനെയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെയിം അറ്റ് ഓൾ പോയിന്റ്സ് എന്ന് വേണം എഴുതാൻ കേട്ടോ. എല്ലാ രീതിയിൽ സെൻറ്ററിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും ഇതാണ് സെയിം വാല്യൂ ആണ് മാഗ്നറ്റിക് ഫീൽഡിനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നമ്മളോട് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, ഇൻസൈഡ് ദ സോളിനോയിഡ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ അവസ്ഥ, അതാണ് കേട്ടോ. ബിക്കോസ് അവരെല്ലാം യൂണിഫോം ആണ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വെൻ ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ബിക്കംസ് ലാർജ്. ഇതെന്താ സംഭവം, നമുക്കറിയുന്ന കാര്യമാണ്. ഒരു കണ്ടക്ടറിലൂടെ, ഒരു കണ്ടക്ടറിൻ്റെ പീസാണ്, ഞാൻ അതിനെന്ത് ചെയ്യുന്നു, ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യാണ്. സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. കറണ്ട് ഉണ്ടാവും അതിനുള്ളിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും എന്തുണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇതാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇത് കണ്ടുപിടിച്ച ആളാരാണ്, ക്രിസ്റ്റ്യൻ ഈസ്റ്റൺ. ഓക്കെ, എല്ലാം സെറ്റപ്പാണ്. ചോദ്യം ഇതാണ്, when is the force experienced by a current carrying conductor. ഓക്കെ, ഇതാണ് നമ്മുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവരാണ്. ഓക്കെ, ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ എന്താ അവസ്ഥ, നമുക്കറിയാം ഈ മാഗ്നറ്റിന് ചുറ്റും എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതേസമയം ഇതിന് ചുറ്റും എന്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, എല്ലായിടത്തും മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എന്താ സംഭവിക്കും, ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും അല്ലേ. ആ ഫോഴ്സ് എപ്പോഴാണ് മാക്സിമം ആവുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇത് നമ്മുടെ ബുക്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. അതായത് ഈ കണ്ടക്ടറിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ആൻഡ് ഇതിനെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാണ്. ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ്, ഇതിലും മാഗ്നറ്റിക് ഫീൽഡ്, ആകെ മൊത്തം ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഈ ഫോഴ്സ് എപ്പോഴാണ് മാക്സിമം ആവുക, ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മാക്സിമം ചോദിച്ചാൽ നിങ്ങളോട് ചോദിക്കുക. പക്ഷേ അത് നിങ്ങളുടെ മിസ്സാവാതിരിക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, അതുപോലെ തന്നെ കറണ്ട്, പിന്നെ ആരാളുള്ളത്, ഫോഴ്സ് അല്ലേ. ഇവിടെ 3 പേരുണ്ട് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, കറണ്ട്, ഫോഴ്സ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്, ഫോഴ്സ്, ഫാദർ മദർ ചൈൽഡ് എന്ന് നമ്മൾ പറയാം. ഈ 3 പേരും, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഫോഴ്സാണ് മെയിൻ ആൾ അല്ലേ. ഇവിടെയുള്ള ഫോഴ്സ് മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം അവസ്ഥ നോക്കിക്കോ. ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മൾ ആ കണ്ടക്ടറിനെ വെക്കാൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയാൽ മാത്രമാണ് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് മാക്സിമം ആവുക. അപ്പോൾ വിചാരിക്കും എന്ത് കറണ്ട്, അതായത് ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. എന്ത് മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുപോയിട്ടാണ്, അതായത് ഒരു യു മാഗ്നറ്റ് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ, ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, ആ യു മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലേ, അതും അവിടുത്തെ കറണ്ടും തമ്മിൽ പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് ഇവിടെയുള്ള ഫോഴ്സ് മാക്സിമം നമുക്ക് കിട്ടുക. മാക്സിമം, അതായത് അവരെല്ലാം 90 ഡിഗ്രി ആകുമ്പോഴാണ് മാക്സിമം ഫോഴ്സ് നമുക്ക് കിട്ടുമെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ റൂള് പഠിക്കുന്ന അതും കൂടെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചോദിക്കാറുണ്ട് ഇവിടെയുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏത് റൂളാണ് നിങ്ങൾ ഉപയോഗിക്കുക. നമുക്കറിയാം അത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്
അല്ലെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ റൈറ്റ് സൈഡായിട്ടും കാണുന്നത് അല്ലേ, റൈറ്റ് ഹാൻഡാണ് കാണുന്നത്, ഞാൻ ലെഫ്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് എന്താ ഫാദർ മദർ ചൈൽഡ് അല്ലേ, ഫാദർ മദർ ചൈൽഡ് ഇതെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്തിനാ പെർപെൻഡിക്കുലർ ആക്കുന്നത്? പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് ഈ കണ്ടീഷൻസ് എല്ലാം കറക്റ്റായിട്ട് ശരിയാവുക, അപ്പോഴാണ് ഫോഴ്സ് മാക്സിമം ആവുന്നതെന്നും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ഓക്കെ, മറന്നു പോകരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ചെറിയ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരികയാണ്, ഇതിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിംഗ് ഒക്കെ പറയും, നമ്മുടെ ഡൊമസ്റ്റിക് സർക്യൂട്ടിനെ കുറിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ഭാഗത്തിൽ നിന്നും ചോദിക്കുന്ന ഒരു MCQ ആണ്, അറ്റ് ദ ടൈം ഓഫ് ഷോർട്ട് സർക്യൂട്ട് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട് ഏതാണ് സംഭവം? ABCD. നിങ്ങൾക്ക് വായിച്ചു നോക്കുക, നിങ്ങൾ ആൻസർ കണ്ടെത്തുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക് ഫിസിക്സിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കാം, അത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. സോ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.